ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. ഞാൻ ഇന്ന് എനിക്കൊരു ചക്ക കിട്ടിയേ. കണ്ടോ, ഇടിച്ചക്ക, ചെറിയ ചക്ക. അത് വെച്ചിട്ട് ഞാനൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു രീതിക്കാണ് ഉണ്ടാക്കണത്. ഇഷ്ടമാവുമെന്നറിയില്ല. ഇഷ്ടമായെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാമേ. നമ്മുടെ മുറിയോട് ചേർന്ന് താമസിക്കുന്ന ഒരു അക്ക, ഒരു തമിഴ് ഫാമിലിയാണ്. ആ അക്ക കൊണ്ട് തന്ന കേട്ടോ ഈ ചക്ക. അവരുടെ പറമ്പിൽ അവർ ഏലത്തിന് മരുന്നടിക്കാൻ വേണ്ടി വന്നപ്പം അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന. അപ്പം എനിക്ക് ഒരെണ്ണം തന്നേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് തോരൻ വെച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്നാ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പം അതേ ഇടിച്ചക്കയ്ക്ക് വേണ്ടി ഞാനതെല്ലാം അരിഞ്ഞ് കഴുകി വെള്ളത്തിലൊഴിച്ചിട്ടേക്കുവാണ്. ഇനി അതിന് ഉപ്പൊഴിച്ച് വേവാനായിട്ട് വെക്കണം. ഇതിനിടയിൽ സാഹസികമായ എണ്ണക്കുപ്പിയിൽ എണ്ണയൊക്കെ എടുത്ത് തലയിലൊക്കെ തേച്ച് ഒരു കൂസരമില്ലാതെ നടക്കുന്നുണ്ടോ. അപ്പം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ഇടിച്ചക്ക നമ്മുടെ ചട്ടിക്കകത്തോട്ട് വേവാനായിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഒഴിച്ച് വേവാനായിട്ട് വെക്കുക കേട്ടോ. അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം ഈ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പം അത് ഇടിച്ചക്കയ്ക്കുള്ള ചക്കയൊക്കെ വെന്ത് പാകത്തിന് വെന്ത് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി അത് ചതച്ചെടുക്കണം. അപ്പം ഞാൻ ഇടിച്ചക്ക ചതച്ച് വെച്ചേക്കുവാണേ. പണ്ടൊക്കെ ആട്ടുകല്ലില്ലേ, അതിനകത്തിട്ടിട്ട് ഉരൽ കൊണ്ട് ഇടിച്ചാണ് ചതച്ചെടുക്കുന്നത്. എനിക്ക് പാട്ടുകല്ലോ അങ്ങനെ അരകല്ലോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കഞ്ഞിത്തവിയില്ലേ, അലുമിനിയത്തിൻ്റെ, അതുകൊണ്ട് പയ്യെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പയ്യെ ഉടച്ചെടുത്താണേ. ഇനി അതിനകത്തോട്ട് വേണ്ട സാധനങ്ങളായിട്ട് ഞാൻ ചുമന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കരിയാപ്പില, അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ശരിക്കും വേണ്ടത് വത്തലമുളകാണ്. എൻ്റെ വത്തലമുളക് തീർന്നിരിക്കുമായിരുന്നു. ഈ കുഞ്ഞിച്ചക്ക പെട്ടെന്ന് എൻ്റെ കൈ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ബാക്കി മഞ്ഞൾപ്പൊടി, അത് നമ്മൾ ഇതെല്ലാം കൂടെ ചതച്ചിട്ട് അത് മൂപ്പിക്കുന്ന സമയത്താണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൊണ്ട് ഇടുന്നത്. വത്തലമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. വത്തലമുളകാണ് ശരിക്കും ഇതിന് വേണ്ടത്. എൻ്റെ കയ്യിൽ വത്തലമുളക് ഇല്ലായിരുന്നു, തീർന്നിരിക്കുമായിരുന്നു. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ചതച്ചെടുക്കാം. ഞാൻ ചട്ടിയൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചു. ചട്ടി ചൂടായി തുടങ്ങി. ഇനി നമുക്കതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ ചൂടായി, കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവേ. കരിയാപ്പില, ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് ബാക്കി മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാനേ. ശരിക്കും പറയുവാണെങ്കിൽ ആ വത്തലമുളകും കുരുമുളകും ചേരുമ്പോഴാണ്, ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ വത്തലമുളകും കുരുമുളകും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. മുളക് പൊടി ഇടുന്നേക്കാളുവേ. എൻ്റെ കയ്യിൽ വത്തലമുളക് തീർന്നിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഈ ചക്ക കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചുമില്ല. അപ്പം അങ്ങനെ വന്നപ്പം അതുകൊണ്ടാണ് കേട്ടോ. എന്ന് വിചാരിക്കല്ലേ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ലേശം, ഒത്തിരി എരിവ്, ഇവിടെ എരിവ് ഇഷ്ടമില്ല, പപ്പയ്ക്കും ഇഷ്ടമില്ല. അവൻ കുഞ്ഞായതുകൊണ്ട് അവനും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ലേശം ചേർത്തുള്ളൂ. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നായി വരുമ്പോഴത്തേക്കും നമ്മൾ ചക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഞാൻ തന്നെ ഇത് ചെയ്യുന്നത് കാരണം കൊണ്ടാണ്. എനിക്ക് സ്റ്റാൻഡുണ്ട്, പക്ഷേ സ്റ്റാൻഡ് എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പുത്രൻ അതും കൊണ്ട് ഓടിക്കളയും. അതുകൊണ്ട് അതിൻ്റെ ഇടപാടെത്തിച്ച് തരും. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. എന്നെക്കൊണ്ടത് ഉപയോഗിക്കാൻ അവ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ശരിക്കൊന്ന് ഇളക്കട്ടെ കേട്ടോ. അതേ, നമ്മുടെ ഇടിച്ചക്ക ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ ഇത് ഇങ്ങനെ ഇടിച്ചക്ക ഉണ്ടാക്കിയിട്ട് മറ്റെന്തെങ്കിലും കറി കൂട്ടി കഴിക്കും, ചുമ്മാ കഴിക്കും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കും.
അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒലത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കുന്നവരുണ്ട്. ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. ഞങ്ങൾ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാറാണ് പതിവ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു രീതി ആട്ടോ നിങ്ങളെ കാണിച്ചു തന്നാൽ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ല വേറെ രീതിക്കാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊക്കെ കമൻറ്റിലിടണേ. പിന്നെ എനിക്കെപ്പോഴും വീഡിയോ ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ റീൽസൊക്കെ ചെയ്തിടുന്നത്. ലോങ് വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷേ അറിയാലോ നമ്മുടെ പുത്രൻ അതിനുള്ള സമയം എനിക്ക് തന്നില്ല. ഒന്നാമത്തെ കാര്യം കുഞ്ഞല്ലേ, അപ്പോൾ അവന് ശരി ഒന്ന് അറിവായി ഒന്ന് അങ്കൻവാടിയിലൊക്കെ പോകുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാം. അവനെ വെച്ചോണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒന്നാമത് അവൻ കയറി ഇടപെടും. അവൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പണികൾ കാണും. അപ്പോൾ അതുകൊണ്ട് ഒന്നും നടക്കാറില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. അവൻ ഇത്തിരി കുസൃതി കുട്ടിക്കാണേ, അതുകൊണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണ്ടിന്യൂ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.